ഓം ശാന്തി. മനസ്സ് ശാന്തമാണ്. ബുദ്ധി ആത്മസ്വരൂപത്തിൽ ഏകാഗ്രമാണ്. ഞാൻ എൻ്റെ നിജി സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. എൻ്റെ നിജി ഗുണങ്ങൾ ഇമേർജാകുന്നു. സർവ ദിവ്യ ഗുണങ്ങളാലും സമ്പന്നമായി ഞാൻ ഒരു ശ്രേഷ്ഠാത്മാവാണ്. ഞാൻ ആത്മീയ പിതാവിൻ്റെ ആത്മീയ പൂന്തോട്ടത്തിലെ ആത്മീയ പുഷ്പമാണ്. ദിവ്യ ഗുണങ്ങളാകുന്ന സുഗന്ധം നിറഞ്ഞ പുഷ്പമാണ്. ഞാൻ സദാ ആത്മസ്ഥിതിയിലിരിക്കുന്നു. എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും ആത്മാവിനെ കാണുന്നു. സ്വയം ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് മസ്തകമണിയെ കാണും. സർവർക്കും സുഖം നൽകുന്നു. ഞാൻ ബാബയുടെ പൂന്തോട്ടത്തിലെ ആത്മീയ റോസാപ്പൂവാണ്. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. അതുപോലെ ബാബയുടെ പൂന്തോട്ടവും ഉയർന്നതാണ്. തോട്ടമുടമയായ ബാബയുടെ തോട്ടത്തിൽ ഒരു വിശേഷ ശൃംഗാരമാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ആത്മീയ സ്ഥിതിയിൽ ബുദ്ധി ദൃഷ്ടിയിലൂടെ സർവ ആത്മാക്കളെയും ആത്മീയമാക്കാനുള്ള ശുഭസങ്കല്പം ചെയ്യുന്നു. ഞാൻ ആത്മീയ റോസാപ്പൂ വിശ്വത്തിൽ ആത്മീയ സുഗന്ധം പരത്തുന്നു. പരമാത്മ പൂന്തോട്ടത്തിലെ ഞാൻ ആത്മീയ പുഷ്പം തൻ്റെ ആത്മീയ സുഗന്ധത്താൽ അനേക ആത്മാക്കളുടെ മംഗളം ചെയ്യുന്നു. ഞാൻ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഉത്തമനിലും ഉത്തമ പുരുഷനായി മാറുന്നു. ഞാൻ ബാബയുടെ കൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെയും ദൈവിക രാജധാനിയുടെയും സ്ഥാപന ഗുപ്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ മുള്ളുകളുടെ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കി മാറ്റുന്നു. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. വളരെ കാലത്തിനു ശേഷം ബാബ വന്നതാണ്. മുഴുവൻ ചക്രത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കി തന്നു. ബാബ ജ്ഞാനസാഗരനാണ്. ജ്ഞാനത്തിലൂടെ മാത്രമേ സദ്ഗതി ഉണ്ടാകുന്നുള്ളൂ. സദ്ഗതിയുടെ സ്ഥാനമാണ് മുക്തിധാമവും ജീവൻ മുക്തിധാമവും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എനിക്ക് മംഗളമുണ്ടാകുന്നു. മൻപനാഭവ. അമരനാഥനായ ബാബ പാർവതിമാർക്ക് അമരകഥ കേൾപ്പിക്കുന്നു. അവസാനം നമ്മൾ ഈ സംഗമത്തിലെത്തി. ഈ സമയത്താണ്
പരിധിയില്ലാത്ത അച്ഛനുമായി മിലനം നടത്തുന്നത്, പരിധിയില്ലാത്ത സമ്പത്തിനായി പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബ പറയുന്നു, സ്വദർശന ചക്രധാരിയായി ശരീരം ഉപേക്ഷിക്കണം. ബുദ്ധിയിൽ ബാബയും ചക്രവും ഓർമ്മയുണ്ടായിരിക്കണം. കുട്ടികൾക്ക് മാത്രമാണ് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് കിട്ടുന്നത്. ആ ധനം ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഞാൻ സ്വന്തം പുരുഷാർത്ഥത്തിലൂടെ അവനവനു തന്നെ രാജതിലകം നൽകുന്നു. ഏഴകളുടെ നാഥനായ ബാബ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. പുരുഷാർത്ഥത്തിലൂടെയും പഠിപ്പിലൂടെയും മാത്രമേ ആയിത്തീരുകയുള്ളൂ. ബാബ അമരനാകുന്നു. ശിവലിംഗത്തിന്റെ രൂപത്തിൽ പൂജ ലഭിക്കുന്നു. കുട്ടികൾക്ക് സാലിഗ്രാമത്തിന്റെ രൂപത്തിലും പിന്നെ ദേവതകളുടെ രൂപത്തിലും പൂജ ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വപ്നങ്ങൾ പോലും നല്ലതാകുന്നു. ഞാൻ ഭാവിയിലേക്കു വേണ്ടി ബാഗേജ് തയ്യാറാക്കുന്നു. ഭാരതത്തെ സ്വർഗമാക്കുന്നതിൽ സഫലമാകുന്നു. സ്വപുരുഷാർത്ഥത്തിലൂടെ അവനവന് തന്നെ രാജതിലകം നൽകുന്നു. ബാബ ഇന്ന് വരദാനം തന്നിരിക്കുന്നു. സ്നേഹത്തിന്റെയും സഹയോഗത്തിന്റെയും വിധിയിലൂടെ സഹജയോഗിയായി ഭവിക്കൂ. ഹൃദയേശ്വരനായ ബാബയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള സഹയോഗവും തന്നെയാണ് പ്രിയം. സ്നേഹത്തോടെ കുറച്ചെങ്കിലും ശേഖരിച്ചാൽ അത് കോടികളായി മാറും. സമയം, ശക്തി എന്നിവ വ്യർത്ഥമാകാതിരിക്കാനായി ആദ്യം ചിന്തിക്കൂ, എന്നിട്ട് ചെയ്യൂ.